മത്സരവള്ളംകളി ഞായറാഴ്ച നടക്കും. ഇരുട്ടുകുത്തി, ചുരുളൻ, വെപ്പ് വിഭാഗങ്ങളിൽപ്പെട്ട 20ഓളം വള്ളങ്ങൾ ജലമേളയിൽ പങ്കെടുക്കും. കൊടുങ്കാറ്റിന്റെ പിന്നോളങ്ങളെ പോലും പുളവച്ചാർത്തിച്ചുകൊണ്ടാണ് കൊല്ലാട് മത്സരവള്ളംകളി അക്ഷരവേദിക്ക് ആവേശം പഴുതുവരുന്നത്. പ്രകൃതി കയ്യൊപ്പ് ചാർത്തിയ കൊല്ലാട് എന്ന ഗ്രാമത്തിന്റെ വിശുദ്ധിയുമായി ജാതിമത വർഗ വർണ്ണങ്ങൾക്കുമപ്പുറം നാടിന്റെയും ജനതയുടെയും കൂട്ടായ്മയിലൂടെയാണ് ജലമേള അരങ്ങേറുന്നത്. ഇരുട്ടുകുത്തി, ചുരുളൻ, വെപ്പ് വിഭാഗങ്ങളിൽപ്പെട്ട 20ഓളം വള്ളങ്ങളാണ് ജലമേളയിൽ ആവേശത്തോടെ എതിരുവാനെത്തുന്നത്. വിജയിക്കുന്ന ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളത്തിനാണ് KR നാരായണൻ ട്രോഫി സമ്മാനിക്കുന്നത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജോസ് കെ മാണി MP സുവനീറിന്റെ പ്രകാശനം നിർവഹിക്കും. ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ മുഖ്യാതിഥിയായിരിക്കും. വിജയികൾക്ക് മുൻ MLA VN വാസുവിനും ഗോകുലം ഗോപാലനും ചേർന്ന് സമ്മാനദാനം നിർവഹിക്കും. സാധാരണ വള്ളംകളികൾക്കുള്ള ഒരു പ്രധാന പ്രശ്നം ഫിനിഷിംഗ് പോയിന്റ് തമ്മിലുള്ള കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടർമാർ കാണാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. നേരത്തെ കൊല്ലാട് വള്ളംകളിയിൽ ഞങ്ങൾ CCTV ഉപയോഗിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് ക്യാമറ വെച്ച് ഫിനിഷിംഗ് പോയിന്റ് ഇരിക്കുന്നവർക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാനും ഫിനിഷിംഗ് പോയിന്റ് കാണാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. 2500ഓളം പേർ ഇരിക്കാവുന്ന പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. മത്സര വള്ളംകളിക്ക് മുൻപ് എല്ലാ വള്ളങ്ങളും പങ്കെടുക്കുന്ന ജലഘോഷയാത്രയും മാസ് ഡ്രില്ലും സംഘടിപ്പിക്കും. ജലമേളയ്ക്ക് മുന്നോടിയായി ശനിയാഴ്ച വൈകുന്നേരം 4-ന് കളത്തിൽ കടവിൽ നിന്നും പ്രൗഢഗംഭീരമായ വിളംബര ജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജലോത്സവ കമ്മിറ്റി ചെയർമാൻ ജിമ്മി ജോർജ്, അനോദ് മാത്യു, അനീഷ് മാത്യു, ജോർജ് കുട്ടി, ബെന്നി യോഗിവീട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.